തമിഴ് സിനിമയിലെ പ്രശസ്തനായിട്ടുള്ള സംവിധായകനാണ് വെങ്കട്ട് പ്രഭു എന്ന് പറയുന്ന ആള്. അദ്ദേഹം ദളപതി വിജയെ നായകനാക്കിയിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ഏതൊരു വലിയ സിനിമ ഈ സിനിമയുടെ കൂടെ ക്ലാഷ് വെച്ചാലും ഈ സിനിമയുടെ റിലീസ് ഡേറ്റിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് സിനിമ പറഞ്ഞ ദിവസം സെപ്റ്റംബർ മാസം 5-ാം തീയതി തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് റിലീസായിട്ട് എത്തുന്നത്. അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ അവർ അപ്പോൾ തന്നെ 100 മാർക്ക് നേടിക്കഴിഞ്ഞു. പിന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ പ്രേക്ഷകർ ഈ സിനിമ കാണുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ കേരളത്തിലെ വിജയ് ഫാൻസ് ആയിരിക്കും ഈ സിനിമ ആദ്യം കാണാൻ പോവുക. കാരണം അവിടെ റിലീസ് ചെയ്യുന്ന മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇവിടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. വിജയ് ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. സംവിധായകൻ വെങ്കട്ട് പ്രഭു ആണ് സിനിമയിലെ നായകൻ. ദളപതി വിജയ് ആണ് എന്ന് വെച്ചാൽ ഈ സിനിമക്ക് യാതൊരുവിധ ഹൈപ്പും അവകാശപ്പെടാനില്ല. അതുപോലെ തന്നെ ഒരു ആവറേജ് ട്രെയിലർ ആണ് സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. ആ ട്രെയിലർ എന്തായാലും വലിയ രീതിയിൽ പ്രതീക്ഷയോ അതുപോലെ തന്നെ മറ്റുള്ള ആകാംക്ഷ ഒന്നും തന്നെ ഈ സിനിമയ്ക്കില്ല. എന്നിരുന്നാലും കൂടി ഈ സിനിമയ്ക്ക് വളരെ വലിയ രാജകീയമായിട്ടുള്ള വരവേൽപ്പ് തന്നെയാണ് സെപ്റ്റംബർ മാസം 5-ാം തീയതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ സിനിമ ഈ ലെവലിലാണ് ഇറങ്ങുന്നതെങ്കിൽ, ഈ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഈ സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ലെവലിലാണ് ഈ സിനിമയുടെ ഇപ്പോഴത്തെ പ്രൊമോഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഫാൻ ഷോ ഒക്കെ ഗംഭീരമായിട്ട് തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ദിവസം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സെപ്റ്റംബർ മാസം 5-ാം തീയതി തമിഴ്നാട്ടിൽ വേറെ ഒരു റിലീസും ഇല്ല. പോരാത്തതിന് തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും ഈ സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ സകല തിയേറ്ററും ഒരൊറ്റ സിനിമ പ്രദർശിപ്പിക്കുന്നത്. അതൊരു ചരിത്രമാണ്. ആ ചരിത്രം അവിടെ രചിച്ചിട്ടുള്ളത് ദളപതി വിജയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് നൈറ്റ് ഷോ ഇപ്പൊ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഷോ ആയിരിക്കും ആ ഒരു ദിവസം നടക്കാൻ പോകുന്നത്. അത് തമിഴ്നാട്ടിലെ കാര്യം. അപ്പൊ നമ്മൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ സ്ഥിതി അതുപോലെ തന്നെയാണ്. ഏകദേശം തമിഴ്നാടിനെ ഓർമ്മിപ്പിക്കുന്ന അതേ തരത്തിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഈ സിനിമയ്ക്ക് വരവേൽപ്പ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏകദേശം 8 ജില്ലകളിലായിട്ട് 36 ഫാൻസ് ഷോ, അതും രാവിലെ 4 മണിക്കാണ് ഈ സിനിമ ആദ്യ ഷോ പ്രദർശിപ്പിക്കുന്നത്. അതൊരു റെക്കോർഡ് തന്നെയാണ്. പോരാത്തന്നെ 700 തിയേറ്ററുകളാണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരൊറ്റ ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ള ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 4000-ന് മുകളിലാണ്. അത് ഇനിയും കൂടാൻ സാധ്യത കൂടുതലാണ്. കാരണം അത്രയേറെ ബുക്കിംഗ് കാര്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നൈറ്റ് ഷോയും എക്സ്ട്രാ ഷോയും കാര്യങ്ങളൊക്കെ നടക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 24 മണിക്കൂർ ഈ സിനിമ ഒരു തിയേറ്ററിൽ ഓടാൻ സാധ്യത കൂടുതലാണ്. അത്രയേറെ ആളുകൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഈ ലെവലിൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ എന്തായാലും 700-ന് മുകളിലാണ് കേരളത്തിലെ സിനിമ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം 4000-ന് മുകളിലാണ് ഷോയും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. കേരളത്തിലെ ആദ്യ കളക്ഷൻ റെക്കോർഡ് ഈ സിനിമയുടെ പേരിൽ വിജയ് തിരുത്തു കുറിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിലവിലും വിജയുടെ സിനിമ തന്നെയാണ് ആദ്യ കളക്ഷൻ റെക്കോർഡിൽ മുൻപിൽ നിൽക്കുന്നത്. ഏകദേശം 12 കോടി രൂപയാണ് ലിയോ എന്ന സിനിമ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും തന്റെ സ്വന്തം പേരിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഒരുപാട് റെക്കോർഡുകളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യം, അതായത് ആദ്യ കളക്ഷൻ റെക്കോർഡിന്റെ കാര്യം, ഈ സിനിമക്ക് നെഗറ്റീവ് റിവ്യൂ വന്നാലും പോസിറ്റീവ് റിവ്യൂ വന്നാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താവുന്നതാണ്. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു രോമം കാര്യങ്ങളൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട്. കാരണം ഈ സിനിമകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നെഗറ്റീവ് റിവ്യൂ വന്നാലും പോസിറ്റീവ് റിവ്യൂ വന്നാലും അത്യാവശ്യം അവനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും സിനിമക്ക് ഏത് റിവ്യൂ വന്നാലും ആ ഒരു സിനിമ കാണും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കളക്ഷൻ വിജയ് ചിത്രങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എങ്ങാനും പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സകലമാന പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും കളക്ഷൻ റെക്കോർഡ് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. അപ്പൊ എന്തായാലും സെപ്റ്റംബർ മാസം 5-ാം തീയതി പുലർച്ചെ 4 മണിക്കുള്ള ഫാൻസ് ഷോ ഞാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്.